ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പേട തയ്യാറാക്കിയാലോ. ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഈ പേട തയ്യാറാക്കുന്നത്. മിൽക്ക് മെയ്ഡോ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ബിസ്ക്കറ്റും പിന്നെ 1-2 സിമ്പിൾ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്താൽ ബിസ്ക്കറ്റ് പേട തയ്യാറാക്കിയെടുക്കാം. ഗ്യാസ് സ്റ്റൗവിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു മിക്സിയുടെ ജാർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബിസ്ക്കറ്റ് പേട തയ്യാറാക്കേണ്ടത്. ഞാനിവിടെ എയറോ റൂട്ട് ബിസ്ക്കറ്റാണ് എടുക്കുന്നത്. ഈ ഒരു പാക്കറ്റ് മുഴുവനായും എടുക്കുന്നുണ്ട്. ഒരു പാക്കറ്റിൽ ഏകദേശം 25 ബിസ്ക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നത്, കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ക്രീം ബിസ്ക്കറ്റ് ഒഴിച്ചിട്ട് ഇതുപോലെയുള്ള ഏത് ബിസ്ക്കറ്റും എടുക്കാം. പാർലേജി എടുക്കാം, ടൈഗർ ബിസ്ക്കറ്റ് എടുക്കാം, മാരിഗോൾഡ് എടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഞാനിവിടെ 2 തവണയായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ പൗഡർ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. തരികളൊന്നും പാടില്ല. അപ്പോൾ 1-2 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഈ ഒരു ബിസ്ക്കറ്റിന് പൊതുവേ മധുരം കുറച്ച് കുറവാണല്ലോ. പിന്നെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കായ, 3 ഏലക്കായ തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒഴിവാക്കിയിട്ട് മിൽക്ക് പൗഡർ മാത്രമായിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ മിൽക്ക് പൗഡർ ചേർക്കാതെ പഞ്ചസാര മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം. രണ്ടും വേണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. ബിസ്ക്കറ്റിൻ്റെ മധുരം മാത്രം മതിയെങ്കിൽ ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിതിവിടെ ഒന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കട്ടെ. ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടെ നമുക്കൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്, ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അത് തീർത്തും ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് മധുരം നോക്കാം. കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് ചേർക്കണം. ഇല്ലെങ്കിൽ മിൽക്ക് പൗഡർ എന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത നല്ല തണുത്ത പാലാണ്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. മുഴുവനെ ഒരുമിച്ച് ചേർക്കേണ്ട, നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ മതിയാവും. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. കയ്യിലോ ബൗളിലോ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വരുമ്പോഴാണ് കറക്റ്റ് പാകത്തിലാവുന്നത്. അങ്ങനെ ചപ്പാത്തി മാവൊക്കെ പോലെ ഈ ഒരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പേട തയ്യാറാക്കി തുടങ്ങാം. ചെറിയ ചെറിയ ബോൾസ് എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പേടയുടെ ഷേപ്പിലാക്കിയെടുക്കാം. പിന്നെ പാല് 1/4 കപ്പ് അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. നമ്മൾ എടുക്കുന്ന ബിസ്ക്കറ്റിൻ്റെ എണ്ണം അനുസരിച്ചും ബിസ്ക്കറ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടൊക്കെയാണ് പാലിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ പേട തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ബിസ്ക്കറ്റ് പേട റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയല്ലേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊണ്ട് ഇത്രയും പേട കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാം ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. ഇതൊരു ഫയർലെസ് കുക്കിംഗ് റെസിപ്പിയാണ്. ഇതുപോലൊരു വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്